എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ മൂന്നാറിലുള്ള ടൈഗർ കേവ്സ് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയിലൂടെ നിങ്ങൾ അവിടുത്തെ കാഴ്ചകളും ആ പരിസരവും എല്ലാം ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ് ഈ വഴിയും കാഴ്ചകളും കാടും എല്ലാം. കുറേ ദൂരം നടന്നു വേണം ഇവിടേക്ക് പോകുവാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ കാണുന്ന മരങ്ങൾക്കൊക്കെ നല്ല വിലയുള്ള മരങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. ഈ മരങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ഇവിടെ സാമ്പത്തികമായിട്ടുള്ള മെച്ചവും അഭിവൃദ്ധിയുമൊക്കെ ഉണ്ടായത് എന്നാണ് പറയുന്നത്. രുദ്രാക്ഷ മരങ്ങളുടെ നടുവിലൂടെ നടന്നാണ് ഞങ്ങൾ ഈ കേവ്സിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ഗുഹ തന്നെയാണ്. ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ടൈഗർ കേവ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതാണ് ഗുഹ. ഇത് നല്ല ഇരുട്ടാണ്. ഇതിലൂടെ കയറിയിട്ട് ഉള്ളിലൂടെ മേളിലോട്ട് പാസ്സാകാവുന്നതാണ്. ഇത് നല്ല ഇടുങ്ങിയ ഒരു ഗുഹയാണ്. അകത്ത് നല്ല ഇരുട്ടുമാണ്. വളരെ ഞെങ്ങി വേണം കയറി പോകുവാനായിട്ട്. ഇരുട്ടായതുകൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്യുവാൻ സാധിച്ചുമില്ല. അങ്ങനെ ഞങ്ങൾ അതിലൂടെ കയറി മേളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഗ്യാപ്പ് കുറവാണ് അകത്ത്. അങ്ങനെ ഗുഹയുടെ മേൽഭാഗമാണിത്. കുറച്ച് ദൂരമേ ഉള്ളൂ. എങ്കിലും കല്ലിൻ്റെ ഇടയിലൂടെ ഞെങ്ങി വേണം മുകളിൽ എത്തുവാനായിട്ട്. മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ കയറി മുകളിൽ എത്തിയതാണ്. എങ്ങനെയുണ്ട് ടൈഗർ കേവ്? എങ്ങനെയുണ്ട്? മുകളിൽ കയറി നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നല്ല തണുത്ത കാലാവസ്ഥയാണ്. മനോഹരമായ കാടും കല്ലും ഗുഹകളും ഒക്കെ തന്നെയാണ് ഇവിടെയും കാണുവാനായിട്ട്. ടൈഗർ കേവ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങളതെല്ലാം കണ്ട് തിരിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അദ്ദേഹം ഒരു ഫിലിം ആക്ടറുടെ ഫേസ് കട്ടാണ് എന്ന് പലരും പറയുന്നു എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഫിലിം ആക്ടർ വിജയ സേതുപതി ഇവിടെ ഒരു മുഖച്ഛായ അദ്ദേഹത്തിനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി പോന്നു. വെള്ളത്തിന്റെ നാച്ചുറൽ ഫിൽറ്ററിംഗ് ആണെന്നല്ലേ പറഞ്ഞേ? കാട്ടുതിപ്പലി കൊടി ഉറക്കിയറിയ പോലെ കിടക്കുന്നത്. ഇവിടെ ചെറിയൊരു തോടും കാണുന്നുണ്ട്. അതിന് ഒരു ചെറിയ ഡാമും കെട്ടിയിട്ടുണ്ട്. അങ്ങനെ അതുമെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് നടന്ന് പോരുകയാണ്. വളരെ മനോഹരമായ ചെറിയ വെള്ളച്ചാട്ടങ്ങളും നല്ല കുത്തനെയുള്ള ഇറക്കത്തിലുള്ള നീർച്ചാലുകളും മലകളും ഒക്കെ തന്നെയാണ് കാണുന്നത്. വളരെ മനോഹരമായ മലകളാണ്. ആ മലകളുടെ കളറുകൾ തന്നെ ആകർഷണീയമാണ്. നല്ല നീലക്കളറിലും പച്ചക്കളറിലും എല്ലാം വ്യത്യസ്തമായിട്ട് തന്നെ നമുക്ക് കാണുന്നു. ഈ മലയിൽ അങ്ങ് നമുക്ക് കാണുന്നുണ്ട് ഒരു വലിയ ഗുഹ പോലെ, ഒരു പൊത്ത് പോലെ കാണുന്നുണ്ട്. അതൊരു ഗുഹയാണെന്നാണ് ഗൈഡ് പറഞ്ഞത്. ആ ഗുഹയുടെ കുറച്ച് അപ്പുറത്ത് നിന്ന് അങ്ങോട്ട് തമിഴ്നാട് ബോർഡറാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നേരിട്ട് കാണുമ്പോഴും ആ മല നല്ല കളർഫുള്ളായിട്ടാണ് ഉള്ളത്.
മലകളുടെ ഷേപ്പും കളറും എല്ലാം ഒന്നിനൊന്ന് വ്യത്യാസമാണ്. അങ്ങനെ ഈ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചു. ഇത് നല്ല ഉയരത്തിലുള്ള പ്രദേശമാണ്. ഞങ്ങൾ ഒരുപാട് താഴോട്ട് ഇറങ്ങിപ്പോയിട്ടാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടത്. ഇപ്പം ഞങ്ങൾ തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ജീപ്പിൽ വരുമ്പോൾ ഭയം തോന്നുന്നുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കാണുമ്പോൾ നമ്മൾക്ക് അത്രയൊന്നും മനസ്സിലാകത്തില്ല. എങ്കിലും നല്ല മലകൾ തന്നെയാണ്. അതിലൂടെയാണ് ഈ റോഡും പരിസരവും എല്ലാം ഉള്ളത്. അതിലൂടെയെല്ലാം ഞങ്ങൾ യാത്ര ചെയ്തു. വളരെ മനോഹരമായ യാത്രയായിരുന്നു, സന്തോഷപ്രദമായ യാത്രയായിരുന്നു. അവിടെയുള്ള ജനങ്ങളെയും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിച്ചു. ആ മലകളുടെ ഓരോ ഏരിയകളിൽ ആദിവാസികൾ താമസിക്കുന്നതായും എല്ലാം ഗൈഡ് നമ്മൾക്ക് കാണിച്ചു തരികയും എല്ലാം പറഞ്ഞു തരികയും ചെയ്തു. അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഗൈഡ് ആദിവാസികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി, അവരുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട് എങ്കിൽ ഒരു കുട്ടിയേ ഉള്ളൂ എങ്കിൽ പോലും സർക്കാർ അതിനു വേണ്ടി വാഹനം പറഞ്ഞയക്കുകയും കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് എല്ലാം ആ ഗൈഡിൽ നിന്നും അറിയാനായിട്ട് സാധിച്ചു. യാത്രാമധ്യേ ഞങ്ങളുടെ ജീപ്പിൻ്റെ ഡ്രൈവർ അദ്ദേഹം പറയുകയുണ്ടായി, അവരുടെ പണ്ടത്തെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അവരുടെ എക്സ്പീരിയൻസുകളെല്ലാം പറഞ്ഞുകൊണ്ടാണ് യാത്ര ചെയ്തത്. ഇപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടംമാതിരി പണിയും സമ്പത്തും എല്ലാം ഉണ്ട്. പണ്ട് ഇതൊന്നുമില്ലായിരുന്നു. അവരുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ചെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ യാത്ര നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ആ പരിസരത്തെ ജനങ്ങളെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും അറിയുവാനും ഈ മനോഹരമായ കാഴ്ചകൾ കാണുവാനും എല്ലാം ഈ യാത്രയിലൂടെ സാധിച്ചു. ഇത് ഞങ്ങൾക്ക് പുതിയ ഒരു അനുഭവം തന്നെ ആയിരുന്നു. അങ്ങനെ ഈ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. വീണ്ടും പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ